UN അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിട്ടും ഇസ്രയേലിന് കുലുക്കമില്ല. റാഫയിൽ സൈനിക നടപടി നിർത്തിവെക്കാൻ ഇസ്രയേലിനോട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെ റാഫ നഗരത്തിലുള്ള ഷബൂറ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ തുടർച്ചയായി വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്രമണത്തിന്റെ ശബ്ദം ഭയാനകമായിരുന്നു എന്ന് സമീപത്തെ കുവൈത്ത് ആശുപത്രിയിലെ സന്നദ്ധ പ്രവർത്തകൻ പറഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിന്റെ തീവ്രത കാരണം ആശുപത്രിയിലെ രക്ഷാപ്രവർത്തകർക്ക് പോലും ക്യാമ്പിലേക്ക് എത്താനാവാത്ത അവസ്ഥയാണ്. റാഫയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. റാഫ നഗരത്തിലെ ജനങ്ങൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ICJ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി ഹമാസ് വക്താവ് പറഞ്ഞിരുന്നു. പക്ഷേ റാഫയിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള സ്വയം പ്രതിരോധ പോരാട്ടമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് മനസ്സിലാക്കാതെയാണ് ICJയുടെ നടപടി എന്നായിരുന്നു ഇസ്രായേലിന്റെ പ്രതികരണം. റാഫയിലെ ഇസ്രായേലിന്റെ ആക്രമണം വംശഹത്യയാണെന്നും പലസ്തീൻ ജനതയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടി ദക്ഷിണാഫ്രിക്കയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നത്. ഗാസയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്നും റാഫയിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്നുമുള്ള ദക്ഷിണാഫ്രിക്കയുടെ ആവശ്യത്തെ തുടർന്ന് വ്യാഴാഴ്ചയാണ് UN കോടതിയിൽ വാദം ആരംഭിച്ചത്. തങ്ങൾ വംശഹത്യ നടത്തുകയാണ് എന്ന ദക്ഷിണാഫ്രിക്കയുടെ ആരോപണം തീർത്തും വസ്തുതാവിരുദ്ധമാണ് എന്നായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിന്റെ വാദം. റാഫ ജനനിബിഡമാണ് എന്ന ബോധ്യം ഇസ്രായേലിനുണ്ട്. പക്ഷേ അവരെ മനുഷ്യ കവചമാക്കി പ്രവർത്തിക്കാനുള്ള ഹമാസിന്റെ ശ്രമത്തെക്കുറിച്ച് അതിലേറെ ബോധ്യമുണ്ട്. ഗാസയിൽ രൂക്ഷമായ യുദ്ധം നടക്കുന്നുണ്ട്. പക്ഷെ അത് വംശഹത്യയല്ല, ഇസ്രായേലിന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ ഗിലാദ് നോയം പറയുന്നു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.